ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. സുഹൃത്തുക്കളെ, ദൃഢനിശ്ചയമുള്ളവർക്ക് അസാധ്യമായത് പലതും സാധ്യമാക്കാൻ കഴിയുകയുള്ളൂ. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് കൂട്ടിനായി ഉണ്ടാവേണ്ടതും ദൃഢനിശ്ചയം തന്നെയാണ്. വിജയം വരെ പൊരുതും എന്ന ദൃഢനിശ്ചയം, അതായിരിക്കട്ടെ നിങ്ങളുടെ ശക്തി. എല്ലാവർക്കും ഏറെ സ്വാഗതം ഒരിക്കൽ കൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെക്കുറിച്ചാണ്. 2-3 ക്ലാസ്സുകൾ ഇതിനു മുമ്പ് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഞാൻ എടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ഓരോ പ്രധാനമന്ത്രിമാരെക്കുറിച്ച് നമ്മൾ വ്യത്യസ്തമായി ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന നമ്മുടെ ജവഹർലാൽ നെഹ്റു മുതൽ 9ാമത്തെ പ്രധാനമന്ത്രിയായ ചന്ദ്രശേഖർ വരെയുള്ള ആൾക്കാരെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്തു. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇനി നമ്മൾ 10ാമത്തെ പ്രധാനമന്ത്രി മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. അതിനോടൊപ്പം തന്നെ വളരെ കുറച്ചേ ഉള്ളൂ. അടുത്ത നമ്മൾ ഒരു 15ാമത്തെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറയുമ്പോൾ ആ പ്രധാനമന്ത്രിമാരുടെ ഡീറ്റെയിൽസ് അവിടെ അവസാനിക്കുന്നു. ഒപ്പം നമ്മൾ ഉപപ്രധാനമന്ത്രിമാരെക്കുറിച്ച് കൂടി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, അതും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെറിയൊരു ടോപ്പിക്കായിട്ട് ഇതിനോടൊപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വിശദമായി പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ ഒരു ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ ഒരു ചോദ്യമെങ്കിലും പ്രീവിയസ് ചോദ്യം ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവുക പതിവല്ലേ. ഇവിടെ നമ്മൾ ഒരു ചോദ്യമേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആ ചോദ്യം ഈ അടുത്ത കാലത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം തന്നെയാണ്. PSC ചോദിച്ച ചോദ്യമാണ്. ചോദ്യം എന്താണ്? ഇന്ത്യാസ് ലുക്ക് ഈസ്റ്റ് പോളിസി വാസ് എനൗൺസിയേറ്റഡ് ബൈ. എന്താണ്? ഇന്ത്യാസ് ലുക്ക് ഈസ്റ്റ് പോളിസി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വിച്ച് പ്രൈം മിനിസ്റ്റർ എന്നാണ്. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ഇന്ത്യയുടെ ലുക്ക് ഈസ്റ്റ് പോളിസി? ലുക്ക് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിഴക്ക് നോക്കി നയം എന്നൊക്കെ പറയാം അല്ലേ. അതായത് നമ്മുടെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിദേശ നയതന്ത്രമാണ്, സാമ്പത്തിക ഒരു നയതന്ത്രത്തിൻ്റെ പേരാണ് നമ്മൾ ഈ പറയുന്ന ലുക്ക് ഈസ്റ്റ് പോളിസി. ആ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്, ഏത് പ്രൈം മിനിസ്റ്ററുടെ കാലത്താണ്, ഏത് വർഷമാണ് എന്നും കൂടി നമുക്ക് പഠിക്കാം. ഇന്ന് പഠിക്കുന്ന ആ ഒരു എന്താ പറയുന്നത് ആ ക്ലാസ്സിൽ തന്നെ, ഇന്നത്തെ ഈ ക്ലാസ്സിൽ തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവൊക്കെ നമ്മൾ പറഞ്ഞു പോകും. അപ്പോഴൊന്ന് ശ്രദ്ധിക്കുക. ഇന്ത്യാസ് ലുക്ക് ഈസ്റ്റ് പോളിസി വാസ് എനൗൺസിയേറ്റഡ് ബൈ നരേന്ദ്രമോദി, മൻമോഹൻ സിംഗ്, നരസിംഹറാവു, AB വാജ്പേയി. ഉത്തരം കണ്ടെത്താൻ നിങ്ങൾ കഴിയുമെങ്കിൽ കണ്ടെത്തിക്കൊള്ളുക, ഇല്ലെങ്കിൽ അല്പം വെയിറ്റ് ചെയ്യുക. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം ലഭിച്ചിരിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇനി ഞാൻ പറഞ്ഞു, ജവഹർലാൽ നെഹ്റു മുതൽ യുവ തുർക്കി എന്നൊക്കെ അറിയപ്പെടുന്ന ചന്ദ്രശേഖർ വരെ, ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു മുതൽ യുവ തുർക്കി എന്ന പേരിൽ അറിയപ്പെടുന്ന ചന്ദ്രശേഖർ വരെയുള്ള പ്രധാനമന്ത്രിമാരെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. അപ്പോൾ 10ാമത്തെ പ്രധാനമന്ത്രിയായ നരസിംഹറാവുവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കൂ, 1991 മുതൽ 1996 വരെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ആളാണ് നരസിംഹറാവു. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഫ്രം സൗത്ത് ഇന്ത്യ, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി. നോക്കൂ, 10ാമത്തെ ആളാണ്. അപ്പം ബാക്കി 9 പേരും എവിടെ നിന്ന് വന്നവരാണ്? തീർച്ചയായിട്ടും അത് നോർത്ത് ഇന്ത്യൻസ് ആണ്. സൗത്ത് ഇന്ത്യയിൽ നിന്ന്, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? PV നരസിംഹറാവു. PV നരസിംഹറാവു നിങ്ങൾക്കറിയാം, ആന്ധ്രാപ്രദേശുകാരനാണ് അല്ലേ. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു ആണെന്ന് പഠിക്കുക. പ്രൈം മിനിസ്റ്റർ ഇലക്റ്റഡ് ടു ലോക്സഭ വിത്ത് ലാർജസ്റ്റ് മെജോറിറ്റി. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ആര്? ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി ലോകസഭാംഗമായ ശേഷം പ്രധാനമന്ത്രിയായത് ആരാണ്? PV നരസിംഹറാവു. മറക്കരുത്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഔട്ട്സൈഡ് ദി നെഹ്റു ഫാമിലി
ടു കംപ്ലീറ്റ് എ ഫുൾ ടേം, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഔട്ട്സൈഡ് നെഹ്റു ഫാമിലി. നെഹ്റു കുടുംബത്തിന് പുറത്ത് നിന്നൊരാൾ കാലാവധി തികച്ച പ്രധാനമന്ത്രി ആരാണ്? ആദ്യമായിട്ട് PV നരസിംഹറാവു ആണ്. അപ്പം നെഹ്റു കുടുംബത്തിന് പുറത്തുള്ളവർ ഇതിനു മുമ്പും പ്രധാനമന്ത്രിമാരായിട്ടുണ്ട്. ആരൊക്കെ? മൊറാർജി ദേശായി, ചരൺ സിംഗ്, ഇപ്പം നമ്മൾ പറഞ്ഞ ചന്ദ്രശേഖർ, VP സിംഗ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതിനു മുമ്പ് അല്ലേ? നമ്മൾ പറഞ്ഞ ആരൊക്കെയാണ്? ചന്ദ്രശേഖർ, അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മൊറാർജി ദേശായി, ചരൺ സിംഗ്, ഇവരൊക്കെ നെഹ്റു കുടുംബത്തിൽ നിന്ന് ഇതിനു മുമ്പ് വന്ന ആരാണ്? പ്രധാനമന്ത്രിമാരാണ്. പക്ഷേ ഇവരാരും കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല. അപ്പം നെഹ്റു കുടുംബത്തിന് പുറത്തുള്ള ഒരാൾ കാലാവധി പൂർത്തിയാക്കിയ, നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്ന് കാലാവധി പൂർത്തിയാക്കിയ ആദ്യ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ PV നരസിംഹറാവു ആണ്. ക്ലിയറായോ? നോൺ ആസ് ചാണക്യ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നറിയപ്പെടുന്നു. ചന്ദ്രശേഖരനെ കുറിച്ച് നമ്മൾ പറഞ്ഞ എന്താണ്? യുവ തുർക്കി എന്ന് പറഞ്ഞു. എന്നാൽ ഇദ്ദേഹത്തെക്കുറിച്ച് ഇത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നറിയപ്പെടുന്നത് ആര്? PV നരസിംഹറാവു. PV നരസിംഹറാവു. അതുപോലെ ഓർമ്മിച്ചോളുക, ഇനിഷ്യേറ്റഡ് ന്യൂ ഇക്കണോമിക് റിഫോംസ് ഇൻ ഇന്ത്യ. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കുന്നത് ഫാദർ ഓഫ് ഇക്കണോമിക് റിഫോംസ്. നോക്കൂ, ഫാദർ ഓഫ് ഇക്കണോമിക് റിഫോംസ്, സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ പിതാവ്. ഇന്ത്യയിൽ സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് PV നരസിംഹറാവു ആണ്. കാരണം ഹി ഇനിഷ്യേറ്റഡ് ന്യൂ ഇക്കണോമിക് റിഫോംസ്. രാജ്യത്ത് പുതിയ സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമായത് ഇദ്ദേഹത്തിൻ്റെ പീരീഡിലാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഇക്കണോമിക് റിഫോംസ് കൊണ്ടുവന്ന പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നു ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക് റിഫോംസ്. അപ്പം ചാണക്യ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ്, ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക് റിഫോംസ്, ഇതൊക്കെ ആരാണ്? PV നരസിംഹറാവു. നമ്മൾ ഈ ക്ലാസിൻ്റെ തുടക്കത്തിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടത് ഓർമ്മയുണ്ടോ? ഇപ്പം ചോദിച്ച ഈ അടുത്ത കാലത്ത് ഡിഗ്രി ലെവലിൽ ചോദിച്ചത് ആ പോയിന്റ് ഇതാ കിടക്കാണ്. ഇന്ത്യാസ് ലുക്ക് ഈസ്റ്റ് പോളിസി. ഈ വാക്കൊന്ന് വ്യക്തമായി പഠിക്കണം. ലുക്ക് ഈസ്റ്റ് പോളിസി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1991 ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് PV നരസിംഹറാവു. PV നരസിംഹറാവു എന്ന പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ ലുക്ക് ഈസ്റ്റ് പോളിസി. ഞാൻ പറഞ്ഞു പിന്നെ കിഴക്ക് പടിഞ്ഞാറൻ ഏഷ്യൻ രാജ്യങ്ങളെ നോക്കുക, കിഴക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സാമ്പത്തിക നയങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അതിന് അനുബന്ധിച്ച അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള സാമ്പത്തിക മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയമാകണം. അവരുമായിട്ട് ചേർന്നൊരു സാമ്പത്തിക നയതന്ത്രം നമ്മൾ നടപ്പിലാക്കണം. അങ്ങനെ ആ ഉദ്ദേശ്യങ്ങളോടുകൂടി 1991 PV നരസിംഹറാവുവിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു പോളിസിയുടെ പേരാണ് ലുക്ക് ഈസ്റ്റ് പോളിസി. അതിനെ ഇപ്പം നമ്മൾ ആക്ടിങ് ഈസ്റ്റ് പോളിസി ആയിട്ട് 2014 പേര് മാറ്റിയൊക്കെ നമ്മൾ ഇപ്പോഴും അത് നടപ്പാക്കിയിട്ടുണ്ട്. എന്തായാലും ലുക്ക് ഈസ്റ്റ് പോളിസി, അതായത് കിഴക്ക് നോക്കി നയം എന്നത് 1991 വർഷം കൂടെ ഓർക്കുക. അത് കൊണ്ടുവന്ന പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? PV നരസിംഹറാവു. അതായത് ഇത് നമ്മുടെ ഞാൻ പറഞ്ഞു തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക നയതന്ത്ര രീതിയാണ്. അതിനെയാണ് നമ്മൾ ലുക്ക് ഈസ്റ്റ് പോളിസി എന്നൊക്കെ പറയുന്നത്. ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് PV നരസിംഹറാവു 1991. ഇനി 92 ഒരു കാര്യം പറയും. പ്രൈം മിനിസ്റ്റർ ഡ്യൂറിംഗ് ദി ഡിമോളിഷൻ ഓഫ് ബാബറി മസ്ജിദ്. 1992 ഡിസംബർ 6 നമ്മൾ ആരും മറക്കൂല അല്ലേ? നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഇന്ത്യക്കാരുടെ മതേതര മനസാക്ഷിയിൽ മുറിവേൽപ്പിച്ച ഒരു സംഭവമായിരുന്നു അല്ലേ ബാബറി മസ്ജിദിൻ്റെ ഡിമോളിഷൻ. ബാബറി മസ്ജിദ് തകർത്തത് അത് വലിയ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് ഏറ്റ വലിയൊരു കളങ്കം തന്നെയായിരുന്നു അത് അല്ലേ? അപ്പോൾ എന്തായാലും ശരി, സംഘപരിവാർ ശക്തികൾ അന്ന് സംഘടിതമായി ബാബറി മസ്ജിദ് പൊളിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ വാസ്തവത്തിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ആരെന്ന് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. പ്രധാനമന്ത്രി നോക്കൂ, പ്രൈം മിനിസ്റ്റർ ഡ്യൂറിംഗ് ഡിമോളിഷൻ ഓഫ് ബാബറി മസ്ജിദ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PV നരസിംഹറാവു. PV നരസിംഹറാവു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ വലിയ ആരോപണമൊക്കെ പിൽക്കാലത്ത് ഉണ്ടായത്. അദ്ദേഹം അത്
നിശബ്ദനായി അതിന് അംഗീകാരം കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും ആയിരുന്നില്ല എങ്കിൽ പോലും വാസ്തവത്തിൽ ആ ആരോപണത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോചിതനാകാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മൗനാനുമതിയോടുകൂടിയാണ് ഈ ഡിമോളിഷനൊക്കെ നടന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് അദ്ദേഹത്തെ രാഷ്ട്രീയ ശത്രുക്കളൊക്കെ വിമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ അന്വേഷിച്ച് പോകേണ്ടതില്ല. എന്തായാലും ഓർത്തുകൊള്ളുക, ഇന്ത്യയിലെ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനിയും ചോദിക്കാം, അത് PV നരസിംഹറാവു ആണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ്, ആവർത്തിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കുക. നിങ്ങൾക്കറിയാം 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1992. ദാറ്റ് മീൻസ് പഞ്ചായത്ത് രാജ് ആക്ട് ഇൻ ഇന്ത്യ. വിച്ച് അമെൻമെൻറ്റ് ആക്ട് ഈസ് ഓൾസോ നോൺ ആസ് പഞ്ചായത്ത് രാജ് ആക്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് നിയമം എന്നറിയപ്പെടുന്നത് 1992 പാസാക്കിയ 73ാം ഭരണഘടനാ ഭേദഗതിയാണ്. ആ പഞ്ചായത്ത് രാജ് ആക്ട് പാസാക്കിയത്, അത് നടപ്പിലാക്കിയത് ആരാണ്? PV നരസിംഹറാവു. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഹൂ ഇംപ്ലിമെൻറ്റഡ് പഞ്ചായത്ത് രാജ് ആക്ട് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് ആക്ട് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അതും PV നരസിംഹറാവു. 1992 പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കിയതെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട് 1993 ഏപ്രിൽ 24 ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത്. അതുകൊണ്ട് ഏപ്രിൽ 24 നമ്മൾ എന്ത് വിളിക്കുന്നു? പഞ്ചായത്ത് രാജ് ആക്ട്, പഞ്ചായത്ത് രാജ് ഡേ ഇൻ ഇന്ത്യ, പഞ്ചായത്ത് രാജ് ഡേ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് ദിനം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മൾ പഞ്ചായത്ത് രാജ് ആക്ട് എടുത്തപ്പോൾ വ്യക്തമായി പഠിച്ച കാര്യമാണ്. അപ്പം പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കുമ്പോഴും അത് നടപ്പിലാക്കുമ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ചോദിച്ചാൽ PV നരസിംഹറാവു. മറക്കരുത്, പ്രധാനമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം നോക്കൂ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കൺവിക്റ്റഡ് ഇൻ എ ക്രിമിനൽ കേസ് ആൻഡ് സെൻഡ് ടു ജയിൽ ഫോർ കറപ്ഷൻ. അഴിമതിയുടെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? PV നരസിംഹറാവു. എന്തായിരുന്നു അഴിമതി എന്ന് ചോദിച്ചാൽ നോക്കൂ, നമ്മുടെ മന്ത്രിസഭ തകരുമെന്നൊരു ഘട്ടം വന്നപ്പോൾ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് കൈക്കൂലി കൊടുത്തു. മുക്തി മോർച്ച എന്ന് പറയുന്ന പാർട്ടിയുടെ MP-മാർക്ക്, ജാർഖണ്ഡ് മുക്തി മോർച്ച MP-മാർക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് മന്ത്രിസഭ തകരുന്നത് തടഞ്ഞു നിർത്താൻ വേണ്ടി ശ്രമം നടത്തി. അങ്ങനെ കൈക്കൂലി കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേര് വലിയൊരു അഴിമതി ആരോപണമുണ്ടായി. അത് CBI കോടതി ഇദ്ദേഹത്തിന് ജയിൽ ശിക്ഷ വിധിച്ചു. പക്ഷേ അത് സുപ്രീം കോടതി പിന്നീട് സുപ്രീം കോടതി അത് റദ്ദാക്കുകയും കുറ്റവിമുക്തനാക്കുകയൊക്കെ ചെയ്തു. എന്തായാലും ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കൺവിക്റ്റഡ് ഇൻ ക്രിമിനൽ കേസസ് ആൻഡ് സെൻഡ് ടു ജയിൽ ഫോർ കറപ്ഷൻ. അഴിമതിയുടെ പേരിൽ ജയിലിൽ ആക്കപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രി. ക്രിമിനൽ കേസിൻ്റെ പേരിൽ അഴിമതി നടത്തി എന്ന ക്രിമിനൽ കേസിൻ്റെ പേരിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന പ്രധാനമന്ത്രിയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു കൃതി ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദി ഇൻസൈഡർ. മറ്റൊരു കൃതിയും കൂടിയുണ്ട്, എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി ഇൻസൈഡർ. ദി ഇൻസൈഡർ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. മറ്റൊരു കൃതി അയോധ്യ 6 ഡിസംബർ 1992. അയോധ്യ 6 ഡിസംബർ 1992. അയോധ്യ 1992 ഡിസംബർ 6, അതായത് ഡിമോളിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ അദ്ദേഹം ഒരു കൃതിയും രചിച്ചിട്ടുണ്ട്. പക്ഷേ പരീക്ഷയ്ക്ക് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതും ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമായത് ദി ഇൻസൈഡർ. ദി ബുക്ക് ഇൻസൈഡർ വാസ് റിട്ടൺ ബൈ ഹൂം? പ്രൈം മിനിസ്റ്റർ PV നരസിംഹറാവു. മറക്കരുത് കേട്ടോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്രയും കാര്യങ്ങൾ ഓർമ്മിച്ചോളുക. ഇനി നിങ്ങൾ നോക്കുക, 11ാമത്തെ ആളിനെക്കുറിച്ച് നമ്മൾ പറയുന്നു. അടൽ ബിഹാരി വാജ്പേയി, AB വാജ്പേയി. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡേറ്റ് നോക്ക്. 1996 ഇദ്ദേഹം പ്രധാനമന്ത്രിയായി. 98 മുതൽ 99 വരെ വീണ്ടും പ്രധാനമന്ത്രിയായി. അതിനുശേഷം 1999 to 2004 വരെ പ്രധാനമന്ത്രിയായി. 3 തവണ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യ തവണ 1996 വെറും 13 ദിവസങ്ങൾ മാത്രം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പ്രൈം മിനിസ്റ്റർ ആയപ്പോൾ 13 months, 13 മാസങ്ങളായിരുന്നു. ഒരു വർഷം കഴിഞ്ഞ് അതേ ഉള്ളൂ. 13 മാസങ്ങൾ
മാത്രമേ പ്രധാനമന്ത്രിയായിട്ടിരുന്നുള്ളൂ. എന്നാൽ ഫുൾ ടേം തികച്ചുകൊണ്ട് മൂന്നാമത്തെ ടേമിൽ അദ്ദേഹം പൂർണ്ണമായിട്ട് 5 വർഷവും പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, നോക്കൂ, 3 തവണ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ആദ്യ തവണ വെറും 13 ദിവസം മാത്രമേ പ്രധാനമന്ത്രിയായി തുടരാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നീട് ഒരു 13 മാസങ്ങൾ അദ്ദേഹം പ്രധാനമന്ത്രിയായി. പിന്നീടൊരു ഫുൾ ടേം 5 വർഷം 1999 മുതൽ 2004 വരെയും ആ 5 വർഷക്കാലവും അദ്ദേഹം പ്രധാനമന്ത്രിയായി തുടർന്നു. നോക്കൂ, പ്രൈം മിനിസ്റ്റർ ബോൺ ഓൺ ക്രിസ്മസ് ഡേ. ഓർക്കാൻ വളരെ എളുപ്പമാണ്. ഡിസംബർ 25 ആണ് ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ. ഇദ്ദേഹം ജനിച്ചത് ഡിസംബർ 25. അതുകൊണ്ട് ഡിസംബർ 25 നമ്മൾ വിളിക്കുന്നത്, അത് ഞാൻ ലാസ്റ്റ് നോട്ട് കൊടുത്തിട്ടുണ്ട്, ഓർത്തു വെച്ചോളൂ. എന്താണ്? ഗുഡ് ഗവേണൻസ് ഡേ എന്നാണ് അറിയപ്പെടുന്നത്. ഗുഡ് ഗവേണൻസ് ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? സദ്ഭരണദിനം. സദ്ഭരണദിനം. നമ്മുടെ AB വാജ്പേയിയുടെ ജന്മദിനമായി ഡിസംബർ 25 അറിയപ്പെടുന്നത് ഗുഡ് ഗവേണൻസ് ഡേ. നോട്ടിലുണ്ട് കേട്ടോ, നമുക്ക് പിന്നീട് വരുന്നുണ്ടത്. അപ്പം പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി ബോൺ ഓൺ ക്രിസ്മസ് ഡേ ഡിസംബർ 25, 1924. 1924 ഡിസംബർ 25-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. coined the slogan ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ. ജയ് ജവാൻ ജയ് കിസാൻ അതാരുടെ സ്ലോഗനാണ് നമ്മൾ പഠിച്ചു? ലാൽ ബഹദൂർ ശാസ്ത്രി, രണ്ടാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സ്ലോഗനായിട്ടാണ് നമ്മൾ പറഞ്ഞത് ജയ് ജവാൻ ജയ് കിസാൻ. എന്നാൽ ഇപ്പോൾ ഇദ്ദേഹം ഒരു വാക്കൂടെ ചേർത്തു, ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ. ഇനി വേറൊരാൾ ഒരു വാക്കൂടെ കൂട്ടിച്ചേർത്തു, ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ ജയ് അനുസന്ധാൻ. അതാരായിരുന്നു? നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ജയ് ജവാൻ ജയ് കിസാൻ പറഞ്ഞത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണെങ്കിൽ ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് അടൽ ബിഹാരി വാജ്പേയി ആണ്. ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഹു വാസ് നെവർ എ കോൺഗ്രസ് മെമ്പർ. നിങ്ങൾ എടുത്തു നോക്കൂ, ഇതുവരെ പറഞ്ഞ പ്രധാനമന്ത്രിമാരെല്ലാം ഏതെങ്കിലും സമയത്ത് കോൺഗ്രസ് അംഗങ്ങളായിരുന്നു, കോൺഗ്രസ്സുകാരായിരുന്നു. മൊറാർജി ദേശായി, ചന്ദ്രശേഖർ, അതുപോലെ നമ്മൾ പഠിച്ചവരെല്ലാം എന്താണ്, ഒരു സമയത്ത് കോൺഗ്രസ്സുകാരായിരുന്നു. എന്നാൽ കോൺഗ്രസ് പാർട്ടി അംഗം ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയുടെ അംഗമല്ലാതിരുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി വരികയാണ് അടൽ ബിഹാരി വാജ്പേയി. ജനസംഘത്തിലൂടെ വന്ന് അദ്ദേഹം പിന്നെ BJPയിലേക്ക് വന്നു. അങ്ങനെ കോൺഗ്രസ്സുകാരനല്ലാത്ത ഒരു പ്രധാനമന്ത്രി, ആദ്യത്തെ പ്രധാനമന്ത്രി, ഒരു സമയവും കോൺഗ്രസ്സുകാരനല്ലാതിരുന്ന പ്രധാനമന്ത്രി ആദ്യത്തെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് അടൽ ബിഹാരി വാജ്പേയി ആണ്. ഫസ്റ്റ് നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ കേട്ടോ, കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ടു കം ടു പവർ മോർ ദാൻ വൺസ്. ഒന്നിലധികം തവണ പ്രധാനമന്ത്രി പദത്തിലെത്തിയ കോൺഗ്രസ് ഇതര വ്യക്തി ആരായിരുന്നു? കോൺഗ്രസ്സുകാരനല്ലാത്ത ഒരാൾ ഒന്നിലധികം തവണ പ്രധാനമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ അത് ആരായിരുന്നു ആദ്യം അങ്ങനെ വന്നത്? അടൽ ബിഹാരി വാജ്പേയി ആണ്. അടൽ ബിഹാരി വാജ്പേയി മറക്കരുത്, ആദ്യത്തെ വ്യക്തിയാണ്, ഫസ്റ്റ് നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ. നരേന്ദ്രമോദിയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പം ഫസ്റ്റ് നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ടു കം ടു പവർ മോർ ദാൻ വൺസ്, അത് അടൽ ബിഹാരി വാജ്പേയി. ലെറ്റ്സ് ദി ക്യാബിനറ്റ് ഫോർ ദി ഷോർട്ടസ്റ്റ് പീരീഡ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും കുറച്ചു കാലം ക്യാബിനറ്റിനെ നയിച്ചതും ഇദ്ദേഹമാണ്. വെറും 13 ഡേ ആദ്യത്തെ ഗവൺമെൻറ്. 1996 അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്നു. പക്ഷേ അത് 13 ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. അപ്പോൾ ദി ക്യാബിനറ്റ് ഹൂ ലെഡ് ദി ക്യാബിനറ്റ് ഫോർ ദി പ്രൈം മിനിസ്റ്റർ ഹൂ ലെഡ് ദി ക്യാബിനറ്റ് ഫോർ ദി ഷോർട്ടസ്റ്റ് പീരീഡ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ റെക്കോർഡ് ആർക്കാണ്? അടൽ ബിഹാരി വാജ്പേയി. വെറും 13 ദിവസം മാത്രം ഒരു ഗവൺമെൻറ്റിനെ നയിച്ച പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ടു ഡെലിവർ സ്പീച്ച് ഇൻ ഹിന്ദി. എവിടെയാണ്? ഹിന്ദി അറ്റ് ദി UN ജനറൽ അസംബ്ലി. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഹിന്ദിയിൽ പ്രസംഗിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഹിന്ദിയിൽ പ്രസംഗിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അടൽ ബിഹാരി വാജ്പേയി. പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് ഇന്ത്യ സെക്കൻഡ് ന്യൂക്ലിയർ ടെസ്റ്റ്, പൊക്രാൻ സെക്കൻഡ്. നമുക്കറിയാലോ ഒന്നാം ന്യൂക്ലിയർ ടെസ്റ്റ് നടന്നതെന്ന് 1974. ആരുടെ കാലത്ത്? അത്
ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമ്മൾ പഠിച്ചതാണ്. ലാഫിംഗ് ബുദ്ധൻ ചിരിക്കുന്നു, കോഡ് നെയിം അതായിരുന്നു. രണ്ടാമത്തെ പൊക്രാൻ ടെസ്റ്റ്, അതായത് ഈ ന്യൂക്ലിയർ ടെസ്റ്റ്, പൊക്രാൻ സെക്കൻഡ്. ഈ പൊക്രാൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? രാജസ്ഥാനിൽ അല്ലേ? രാജസ്ഥാനിലെ പൊക്രാനിൽ നടന്ന രണ്ടാമത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് ആരുടെ കാലത്താണ്? പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി. അത് രണ്ടും കൂടെ മനസ്സിൽ നിൽക്കട്ടെ കേട്ടോ. ഒന്നാമത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് നടന്നത് 1974 ആണ്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. ഒന്നാം ന്യൂക്ലിയർ ടെസ്റ്റ് പൊക്രാൻ ഫസ്റ്റ്. അതിൻ്റെ കോഡ് നെയിം എന്തായിരുന്നു? ലാഫിംഗ് ബുദ്ധൻ ചിരിക്കുന്നു എന്ന്. രണ്ടാമത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് നടന്നത് ആരുടെ കാലത്ത്? അടൽ ബിഹാരി വാജ്പേയി. ഏത് വർഷം? 1998 പൊക്രാനിൽ തന്നെയാണ്. ഓപ്പറേഷൻ ശക്തി, ഇതിൻ്റെ കോഡ് നെയിം അതാണ്. ഓപ്പറേഷൻ ശക്തി എന്നായിരുന്നു രണ്ടാം ന്യൂക്ലിയർ ടെസ്റ്റിൻ്റെ കോഡ് നെയിം. ഒന്നാമത്തത് ലാഫിംഗ് ബുദ്ധ, രണ്ടാമത്തത് ഓപ്പറേഷൻ ശക്തി. ഓർമ്മിച്ചോളൂ. അപ്പോൾ ഒന്നാം ന്യൂക്ലിയർ ടെസ്റ്റ് 1974 ആരുടെ കാലത്ത്? ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. രണ്ടാം ന്യൂക്ലിയർ ടെസ്റ്റ് 1998 ആരുടെ കാലത്ത്? വാജ്പേയിയുടെ കാലത്ത്, അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് കാർഗിൽ വാർ. നിങ്ങൾക്കറിയാം കാർഗിൽ വാർ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഐതിഹാസികമായൊരു സമരം. ആ സമരത്തിൽ, അല്ലെങ്കിൽ ആ പോരാട്ടത്തിൽ, സമരമല്ല യുദ്ധം അല്ലേ, ആ യുദ്ധത്തിൽ ശരിക്ക് ഇന്ത്യ ഐതിഹാസികമായി വിജയം കൈവരിച്ചു. കാർഗിൽ വിജയം നമുക്ക് അവകാശപ്പെട്ടതായിരുന്നു അല്ലേ. അപ്പം കാർഗിൽ യുദ്ധസമയം 1999 കാർഗിൽ യുദ്ധം. ആ കാർഗിൽ യുദ്ധ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. അടൽ ബിഹാരി വാജ്പേയി ആണ്, മറക്കരുത്. പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് ഇന്ത്യാസ് 15th റിപ്പബ്ലിക് ഡേ ആനിവേഴ്സറി. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്. ഇന്ത്യയുടെ 50ാം റിപ്പബ്ലിക് ഡേ ആനിവേഴ്സറി, അതായത് സുവർണ ജൂബിലി, റിപ്പബ്ലിക് ദിനത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത്, 50ാം വാർഷികത്തെയാണല്ലോ നമ്മൾ സുവർണ ജൂബിലി എന്ന് പറയുന്നത്. അങ്ങനെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ വേറൊരു ചോദ്യം നമ്മൾ പറയും. പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് ഇന്ത്യാസ് 50th ഇൻഡിപെൻഡൻറ്റ് ഡേ ആനിവേഴ്സറി, സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് ഐ.കെ. ഗുജറാളാണ്. എന്നാൽ റിപ്പബ്ലിക് ഡേയുടെ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? അടൽ ബിഹാരി വാജ്പേയി. സ്വാതന്ത്ര്യദിനത്തിൻ്റെ 50ാം വാർഷികം സുവർണ ആഘോഷം നമ്മൾ നടത്തുമ്പോൾ, സുവർണ ജൂബിലി ആഘോഷം നടത്തുമ്പോൾ അത് പ്രധാനമന്ത്രി ഐ.കെ. ഗുജറാളായിരുന്നു. മാറിപ്പോകരുത്. ഇത് ആരാണ്? അടൽ ബിഹാരി വാജ്പേയി ആണ്. അതിൻ്റെ റിപ്പബ്ലിക് ഡേയുടെ 50th ആനിവേഴ്സറി. ഇനി നോക്കൂ, പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് 2001 പാർലമെൻറ്റ് അറ്റാക്ക്. 2001 പാർലമെൻറ്റ് ആക്രമണ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? വേണമെങ്കിൽ ചോദിക്കാം. 2001 പാർലമെൻറ്റ് ആക്രമണ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. നോക്കൂ, ഒരുപാട് കനൽ വഴികളിലൂടെ കടന്നു വരേണ്ടി വന്ന പ്രധാനമന്ത്രിയാണ്. കാർഗിൽ യുദ്ധം, അതുപോലെ തന്നെ പാർലമെൻറ്റ് അറ്റാക്ക്, ഈ സമയത്തൊക്കെ ഇദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രി. നോക്കൂ, അവാർഡഡ് ഭാരതരത്ന ഇൻ 2015. 2015 ഇദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചത്. ഭാരതരത്ന ലഭിച്ച ഒരുപാട് പ്രധാനമന്ത്രിമാരുണ്ട് നമുക്ക്. ആദ്യത്തെ 3-4 പേരുടെ പേര് നമുക്ക് പറയാം അല്ലേ? ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, പിന്നെ ചരൺ സിംഗിനും ഒക്കെ ഈ അടുത്ത കാലത്താണ് കൊടുത്തത്. 2024 മരണാനന്തരമായിട്ടാണ് കൊടുത്തത്. ചരൺ സിംഗിനും അതുപോലെ തന്നെ PV നരസിംഹറാവുവിനും കൊടുത്തു 2024 അല്ലേ? PV നരസിംഹറാവു. അങ്ങനെ ഒരുപാട്, ഒരു 9ഓളം പ്രൈം മിനിസ്റ്റർമാർക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? ഭാരതരത്നം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഭാരതരത്ന ലഭിച്ച 2015 ഭാരതരത്ന ലഭിച്ച വ്യക്തി ആരാണ്? അടൽ ബിഹാരി വാജ്പേയി ആണ്. അടൽ ബിഹാരി വാജ്പേയി, മറക്കാതിരിക്കുക, അടൽ ബിഹാരി വാജ്പേയി. അപ്പം ഭാരതരത്ന ലഭിച്ച പ്രൈം മിനിസ്റ്റർമാർ ഒന്ന് പഠിച്ചു വെച്ചുകൊള്ളുക. നമുക്ക് പിന്നീട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം. വേണമെങ്കിലൊന്ന് ഓർത്തുകൊള്ളൂ. ഭാരതരത്ന ലഭിച്ച ആർക്കൊക്കെയാണ് ഞാനൊന്ന് പറയട്ടെ. അതായത്
ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, രാജീവ് ഗാന്ധി, ചരൺ സിംഗ്, പി വി നരസിംഹറാവു എക്സെട്ര. ഇങ്ങനെ ഒരുപാട് പേർക്ക് നമ്മുടെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 9ഓളം പേർക്ക് ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഇവിടെ നമ്മുടെ വാജ്പേയിക്ക് ഭാരതരത്നം ലഭിച്ചത് 2015 മറക്കരുത്. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞു December 25 ആരുടെ ബർത്ത്ഡേ ആണ്? അടൽ ബിഹാരി വാജ്പേയി. എന്താണ് ആ ദിവസം? ഗുഡ് ഗവേണൻസ് ഡേ, അതായത് സത്ഭരണ ദിനം. അടൽ ബിഹാരി വാജ്പേയിയുടെ ബർത്ത്ഡേ നമ്മൾ വിളിക്കുന്നത് സത്ഭരണ ദിനം എന്നാണ് വിളിക്കുന്നത്. സത്ഭരണ ദിനം മറക്കരുത്. എന്നാണ്? December 25. നോക്കൂ, എന്നാണ് അദ്ദേഹം മരണപ്പെടുന്നത്? August 16, 2018. 2018 അദ്ദേഹം, ഈ അടുത്ത കാലത്താണ്, 2018 August 16 അടൽ ബിഹാരി വാജ്പേയി മരണപ്പെടുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത നമുക്ക് നോക്കാം, ആരാണ്? HD ദേവഗൗഡ. മറ്റൊരു പ്രധാനമന്ത്രിയാണ് HD ദേവഗൗഡ. 1996 മുതൽ 1997 വരെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ആളാണ്. നോക്കൂ, ബിക്കെയിം പ്രൈം മിനിസ്റ്റർ ആഫ്റ്റർ വാജ്പേയി ഇൻ 1996. വാജ്പേയിക്ക് ശേഷം 1996 വന്ന ആളാണ്. അടുത്ത സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ഫ്രം സൗത്ത് ഇന്ത്യ. ആദ്യത്തെ നമ്മൾ PV നരസിംഹറാവു പറഞ്ഞു, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഫ്രം സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവു. എന്നാൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് HD ദേവഗൗഡ, കർണാടകക്കാരനാണ്, നിങ്ങൾക്കറിയാം. നോക്കൂ, ഹി വാസ് ചീഫ് മിനിസ്റ്റർ ഓഫ് കർണാടക 1994 to 1996 ബിഫോർ ബിക്കമിങ് പ്രൈം മിനിസ്റ്റർ. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് കർണാടക മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? ദേവഗൗഡ, HD ദേവഗൗഡ. അദ്ദേഹത്തിന് വിളിക്കുന്ന ഒരു പേരുണ്ട് കേട്ടോ, സൺ ഓഫ് ദി സോയിൽ, മണ്ണിലെ മകൻ, മണ്ണിൻ്റെ മകൻ എന്നാണ് വിളിക്കുന്നത്. മണ്ണിൻ്റെ മകൻ അല്ലെങ്കിൽ സൺ ഓഫ് സോയിൽ, മണ്ണിൻ്റെ മകൻ, അതാണ് കറക്റ്റ്. സൺ ഓഫ് സോയിൽ മനസ്സിലാകുന്നുണ്ടല്ലോ ആരെയാണ് വിളിക്കുന്നത്? അതായത് മണ്ണിൻ്റെ മകൻ അല്ലെങ്കിൽ സൺ ഓഫ് സോയിൽ എന്ന് വിളിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ HD ദേവഗൗഡയാണ്, മറക്കാതിരിക്കുക. അത്രയേ ഉള്ളൂ. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അങ്ങനെ വലിയ പോയിന്റുകളൊന്നും പഠിക്കാനില്ല. അടുത്ത ആളിനെ നമുക്ക് നോക്കാം, IK ഗുജറാൾ. 1997 മുതൽ 1998 വരെ ഫസ്റ്റ് പഞ്ചാബി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്ററായ ആദ്യ പഞ്ചാബുകാരൻ, ഫസ്റ്റ് പഞ്ചാബി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണ്? IK ഗുജറാൾ. ബോൺ ഇൻ ജലം, നൗ ഇൻ പാകിസ്ഥാനിലെ ഝലം എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അതെവിടെയാണ് ജലം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം? അൺഡിവൈഡഡ് പഞ്ചാബ്, അഭിഭക്ത പഞ്ചാബിൽ നേരത്തെ ഒരുമിച്ച് കിടന്ന, ഇപ്പോൾ അതിന് 2 ഭാഗമാണല്ലോ, ഇന്ത്യയുടെ പഞ്ചാബും ഉണ്ട്, പാകിസ്ഥാൻ്റെ പഞ്ചാബും ഉണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും നേരത്തെ ഒരുമിച്ച് കിടന്ന അൺഡിവൈഡഡ് പഞ്ചാബിലെ ധലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് 20th ഇൻഡിപെൻഡൻസ് ആനിവേഴ്സറി. ഞാൻ നേരത്തെ പറഞ്ഞു 20th ഇൻഡിപെൻഡൻറ്റ് ആനിവേഴ്സറി. അടൽ ബിഹാരി വാജ്പേയി 20th അല്ല 50th ഇൻഡിപെൻഡൻറ്റ് ആനിവേഴ്സറി. അടൽ ബിഹാരി വാജ്പേയി നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികമല്ല, അദ്ദേഹം റിപ്പബ്ലിക്കിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുമ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന ആളാണ്. എന്നാൽ IK ഗുജറാൾ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുമ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന ആളാണ്. നോക്കൂ, ഹിസ് ഫോറിൻ പോളിസി ഈസ് നോൺ ആസ് ഗുജറാൾ ഡോക്ട്രിൻ എന്നറിയപ്പെടുന്ന ഒരു വലിയ വിദേശകാര്യ വിദഗ്ധനായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഫോറിൻ പോളിസി ഗുജറാൾ ഡോക്ട്രിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹി വാസ് ഇന്ത്യാസ് അംബാസഡർ ടു റഷ്യ ബിഫോർ ബിക്കമിങ് പ്രസിഡന്റ്. ഇതൊരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അതായത് ഇന്ത്യൻ അംബാസഡർ, നമ്മുടെ റഷ്യയിലെ ഇന്ത്യൻ അംബാസഡർ ആയിരുന്ന വ്യക്തിയാണ് ആര്? IK ഗുജറാൾ. അപ്പോൾ റഷ്യയുടെ ഇന്ത്യൻ അംബാസഡറായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആര്?
അല്ലെങ്കിൽ റഷ്യയുടെ ഇന്ത്യൻ അംബാസിഡറായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? IK ഗുജറാളാണ്. അദ്ദേഹത്തിൻ്റെ ബുക്ക് നോക്കൂ, എ ഫോറിൻ പോളിസി ഫോർ ഇന്ത്യ. വളരെ പ്രസിദ്ധമായ കൃതിയാണ് എ ഫോറിൻ പോളിസി ഫോർ ഇന്ത്യ. പഠിച്ചു വെച്ചോളുക. അടുത്ത ബുക്ക് 14-ാമത്തെ ആള് മൻമോഹൻ സിംഗ്. എന്താണ്? മൻമോഹൻ സിംഗ്. 2004-2014 ദീർഘമായ അല്ലേ 10 വർഷം. ഒന്നാം UPA സർക്കാർ, രണ്ടാം UPA സർക്കാർ, അതിൻ്റെയൊക്കെ നേതൃത്വം കൊടുത്ത ആളാരാണ്? മൻമോഹൻ സിംഗ്. നോക്കാം, മൻമോഹൻ സിംഗ് ഫസ്റ്റ് സിഖ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ ആദ്യ സിഖുകാരനാര്? ആരാണ്? നമ്മുടെ മൻമോഹൻ സിംഗ്. ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ ആര്? PV നരസിംഹറാവു. രണ്ടാമത്തെ സൗത്ത് ഇന്ത്യൻ ആര്? HD ദേവഗൗഡ. ആദ്യത്തെ സിഖുകാരനാര്? ഡോക്ടർ മൻമോഹൻ സിംഗ്. മറക്കരുത്. ഓൺലി പേഴ്സൺ ടു ബിക്കം പ്രൈം മിനിസ്റ്റർ ആഫ്റ്റർ ബീങ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ രാജ്യസഭ. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തി ആര്? രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ആ ഏക വ്യക്തി ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഹു ഹാഡ് ഏർലിയർ സെർവ്ഡ് ആസ് ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBI ഗവർണറായ, പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, RBI ഗവർണറായിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹം നോക്കൂ, മൻമോഹൻ സിംഗ് വളരെ സാമ്പത്തിക വിദഗ്ധനാണ്, വളരെ പ്രഗത്ഭനായ എമിനൻ്റായ ഒരു എക്കണോമിക് എക്സ്പേർട്ടാണ്, അല്ലെങ്കിൽ വളരെ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ പരിജ്ഞാനമുള്ള ആളാണ്. അദ്ദേഹം റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിരുന്ന ആളാണ്. രാജ്യസഭയുടെ ഓപ്പോസിഷൻ ലീഡറായിരുന്ന ആളാണ്. ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ആളാണ്. അതുപോലെ നോക്കൂ, ആസ് ഫിനാൻസ് മിനിസ്റ്റർ ഇൻ നരസിംഹറാവു ക്യാബിനറ്റ്. നരസിംഹറാവു ക്യാബിനറ്റിൽ അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു. ആ സമയത്ത് ഹി ഇംപ്ലിമെൻറ്റഡ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ആ വാക്കുകൾ ശ്രദ്ധിക്കുക. ലിബറലൈസേഷൻ ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം. പുതിയ സാമ്പത്തിക നയം, പുതിയ നോക്കൂ, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ആരുടെ കാലത്ത്? നരസിംഹറാവു മന്ത്രിസഭയിൽ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇദ്ദേഹം കൊണ്ടുവന്ന വളരെ ശ്രദ്ധേയമായ സാമ്പത്തിക നയമാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. നോക്കൂ, ഒൺലി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഹു വാസ് നെവർ എ മെമ്പർ ഓഫ് ലോക്സഭ. ഏറ്റവും രസകരമായ കാര്യം ഇതാണ്, അദ്ദേഹം ഒരിക്കലും ലോകസഭാ അംഗമായിരുന്നില്ല. ലോകസഭയിലൂടെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് അങ്ങനെ വന്ന് പ്രധാനമന്ത്രിയായ ആളല്ല. സാധാരണ രീതിയിൽ പ്രധാനമന്ത്രിയാകുന്ന നമ്മൾ ആദ്യ ക്ലാസ്സിലൊക്കെ പഠിച്ചു. ഒരു കൺവെൻഷണൽ രീതിയിലാണെങ്കിൽ, പരമ്പരാഗതമായ ഒരു രീതിയാണെങ്കിൽ ലോകസഭയിൽ ഭൂരിപക്ഷം നേടുന്ന കക്ഷിയുടെ നേതാവിനെയാണ് സാധാരണ പ്രധാനമന്ത്രിയായി നിയമിക്കുന്നത്. എന്നാൽ അങ്ങനെയും വേണ്ട നമ്മൾ പറഞ്ഞു. രാജ്യസഭയിലൂടെയും പ്രധാനമന്ത്രിയാകാം. അങ്ങനെ ആദ്യമായി ഇന്ദിരാഗാന്ധി വന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇദ്ദേഹം 2 തവണ നമ്മൾ പറഞ്ഞല്ലോ പ്രധാനമന്ത്രിയായി. ആ 2 തവണയും അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു, ലോകസഭയിലൂടെ വന്നാൽ. അപ്പോൾ ലോകസഭയിലൂടെ ഇന്ദിരാഗാന്ധി ആദ്യം അങ്ങനെ വന്നെങ്കിലും പിന്നീട് തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച് ലോകസഭാ അംഗമായിട്ട് പ്രധാനമന്ത്രിയായി. ഇദ്ദേഹം ഒരു സമയത്തും 2 തവണ വന്നപ്പോഴും രാജ്യസഭയിലൂടെ ആയിരുന്നു. ലോകസഭയെ ലോകസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചിട്ടേ ഇല്ല. ആര്? ഡോക്ടർ മൻമോഹൻ സിംഗ്. നോക്കൂ, പ്രൈം മിനിസ്റ്റർ ഡ്യൂറിങ് 2008 മുംബൈ ടെറർ അറ്റാക്ക്. വളരെ പ്രധാനപ്പെട്ടതാണ്. 2008 മുംബൈ ഭീകരാക്രമണം. ആ ഭീകരാക്രമണ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആര്? പരീക്ഷയ്ക്ക് ചോദിക്കാം. നോക്കൂ, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഡ്യൂറിങ് 1985-87. പ്ലാനിംഗ് കമ്മീഷൻ്റെ ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു. പ്ലാനിംഗ് കമ്മീഷൻ്റെ ഡെപ്യൂട്ടി ചെയർമാൻ കൂടി ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹം വഹിച്ച പദവികൾ നോക്കൂ. ശരിക്ക് റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു, ഫിനാൻസ് മിനിസ്റ്ററാണ്, പ്ലാനിംഗ് കമ്മീഷൻ്റെ ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു. വളരെ, ഞാൻ പറഞ്ഞില്ലേ, സാമ്പത്തിക മേഖലയിൽ വളരെ പരിജ്ഞാനമുള്ള വ്യക്തിയാണ്. ഫസ്റ്റ് കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ടു ലീഡ് കോയിലേഷൻ ഗവൺമെൻറ്. നോക്കി, എന്താണ് ഈ കോയിലേഷൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ? കൂട്ടുമന്ത്രിസഭ.
കൂട്ടുമന്ത്രിസഭയുടെ തലവനായ ആദ്യത്തെ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിൻ്റെ ഇന്ദിരാഗാന്ധി വരെയുള്ള പീരീഡ് നിങ്ങൾ എടുത്തു നോക്കൂ, ഒറ്റ കക്ഷിയാണ്, കോൺഗ്രസ് ആണ് രാജ്യം ഭരിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് UPA ഗവൺമെൻറ്, നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു കോയിലേഷൻ ഗവൺമെൻറ്റാണ്, വിവിധ കക്ഷികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആദ്യമായിട്ട് ഒരു ഗവൺമെൻറ്, ആദ്യമായിട്ടൊരു പ്രധാനമന്ത്രിയാകുന്നത് കോയിലേഷൻ ഗവൺമെൻറ്റിൻ്റെ ലീഡറായിട്ട് പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ കോൺഗ്രസ്സുകാരൻ ആരാണ്? മൻമോഹൻ സിംഗ് ആണ്, ഡോക്ടർ മൻമോഹൻ സിംഗ്. നോക്കൂ, സഞ്ജയ് ബാരൂസ് ബുക്ക് അബൌട്ട് ഹിം, ദി ആക്സിഡൻഷ്യൽ പ്രൈം മിനിസ്റ്റർ. ഈ ബുക്ക് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആരെക്കുറിച്ചുള്ള കൃതിയാണ്? ദി ബുക്ക് റിലേറ്റിംഗ് ടു വിച്ച് പ്രൈം മിനിസ്റ്റർ? ദി ആക്സിഡൻഷ്യൽ പ്രൈം മിനിസ്റ്റർ, ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ. ആരെക്കുറിച്ചാണ് ആ ബുക്ക്, ആ കൃതി? ഡോക്ടർ മൻമോഹൻ സിംഗ്. ആ ബുക്കിൻ്റെ കർത്താവ് ആരാണ്? അതിൻ്റെ ഓഥർ ആരാണ്? സഞ്ജയ് ബാരു. സഞ്ജയ് ബാരു എന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തെക്കുറിച്ചൊരു കൃതി രചിച്ചത്. ദി ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്നാണ് ആ കൃതിയുടെ പേര്. നോക്കൂ, ഇദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു ശ്രദ്ധേയമായ പ്രോഗ്രാമാണ് ലോഞ്ച്ഡ് ദി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടീസ് പ്രോഗ്രാം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഇന്ത്യയിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ, നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് പ്രയോജനം ലഭിക്കുന്ന, തൊഴിൽ ലഭിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അങ്ങനെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് വെച്ചാൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്, മറക്കരുത്. ബ്ലോട്ട്സ് ദി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അതുപോലെ RTI ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ വിവരാവകാശ നിയമം. അപ്പോൾ ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ്. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. എന്നാൽ വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ, അല്ലെങ്കിൽ വിവരാവകാശ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ മൻമോഹൻ സിംഗ്. അടുത്തതാ വരുന്നു നരേന്ദ്ര ദാമോദർ മോദി, 15ാമത്തെ ആൾ. 15ാമത്തെ ആളെന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തികൾ ഇങ്ങനെ എടുത്തു പറയുന്നതാണ് 15ാമത്തെ. നമ്മൾ ഒരാളെ ഒഴിവാക്കി പറഞ്ഞാൽ 14ാമത്തെ. ആരെ? ഒരു ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, ഗുൽസാർലാൽ നന്ദ, അത് ഒഴിവാക്കി പറയുകയാണെങ്കിൽ 14. പക്ഷേ വ്യക്തികൾ നമ്മളിങ്ങനെ കണക്കൂട്ടി പറയുമ്പം 15ാമത്തെ വ്യക്തിയാണ് ഇന്ത്യയുടെ 15ാമത്തെ. നോക്കൂ, 15th പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര ദാമോദർ മോദി. നരേന്ദ്രമോദി 2014 മുതൽ ഇങ്ങോട്ട് ആണ് സ്റ്റിൽ, അല്ലേ, ഇപ്പോഴും പ്രധാനമന്ത്രിയായി തുടരുന്നു. ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ബോൺ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, 1947 ശേഷം, അതായത് ഇന്ത്യ സ്വതന്ത്രമായ ശേഷം ജനിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയാണ്. ഇദ്ദേഹത്തിന് മുമ്പ് വന്നവരെല്ലാവരും നമ്മുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് ജനിച്ചവരാണ്. എന്നാൽ ഇന്ത്യ സ്വതന്ത്രമായ ശേഷം ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഒൺലി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഫ്രം ബാക്ക്വേർഡ് ക്ലാസ് കമ്മ്യൂണിറ്റി. ശ്രദ്ധിക്കണേ, പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ്. ബാക്ക്വേർഡ് ക്ലാസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയാം. നോക്കൂ, ദി ചീഫ് മിനിസ്റ്റർ ഓഫ് ഗുജറാത്ത് ഫ്രം 2001 to 2014, 2001 മുതൽ 2014 വരെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആൾ. ദീർഘമായ പീരീഡാണ്, അല്ലേ, 14 വർഷം, ദീർഘമായ പീരീഡ്, 3 തവണ തുടർച്ചയായിട്ട് നമ്മുടെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശേഷമാണ് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മാറുന്നത്, അല്ലേ. ഇൻ 18th ലോക്സഭ, 18th ലോക്സഭ എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിലുള്ള ലോക്സഭ, 18th ലോക്സഭ 2024 കണ്ടസ്റ്റഡ് ഫ്രം വാരാണസി, ഉത്തർപ്രദേശ് വാരാണസി. നമുക്ക് 2024 18ാമത് ലോക്സഭ വന്നത് 2024 അന്ന് അദ്ദേഹം മത്സരിച്ചത് വാരാണസിയിൽ നിന്നാണ്. വാരാണസിയിൽ നിന്ന് എവിടെയാണ്? UP വാരാണസിയിൽ നിന്ന്. അതിനു മുമ്പാണ് അദ്ദേഹം 2 സ്ഥലത്ത് നിന്ന് മത്സരിച്ചത്. 2024 അദ്ദേഹം ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചത്. അങ്ങനെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറിയത്. നോക്കൂ, അടുത്തത് സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ടു വിസിറ്റ് ദി സിയാച്ചൻ ഗ്ലേസിയേഴ്സ്. സിയാച്ചൻ ഗ്ലേസിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ
ജമ്മു കാശ്മീർ അതിർത്തിയിലുള്ള മലനിരകളിൽ ആദ്യമായി സന്ദർശിച്ചത് ഇദ്ദേഹമല്ല. ഇദ്ദേഹം രണ്ടാമത്തെ പ്രൈം മിനിസ്റ്ററാണ്. ആദ്യത്തെ ആൾ നമ്മുടെ മൻമോഹൻ സിംഗ് ആണ്. രണ്ടാമത്തെ ആളാണ് നരേന്ദ്രമോദി. ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ റിസീവ് ദി ഹയസ്റ്റ് സിവിലിയൻ ഓണേഴ്സ് ഓഫ് സൗദി അറേബ്യ, അഫ്ഗാനിസ്ഥാൻ ആൻഡ് പാലസ്തീൻ. നോക്കൂ, വിദേശ രാജ്യങ്ങൾ സൗദി അറേബ്യയിലെയും അഫ്ഗാനിസ്ഥാനിലെയും പാലസ്തീനിലും ഒക്കെ ഉള്ള സിവിലിയൻ അവാർഡ്, അവിടുത്തെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് വാങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. അബോളിഷ്ഡ് ദി പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് നീതി ആയോഗ്. ഇത് വലിയൊരു റിഫോംസ് ആയിരുന്നു. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയെ കണ്ട ഒരു സാമ്പത്തിക റിഫോംസിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു റിഫോമായിരുന്നു ഏത്? നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കിയിട്ട് നീതി ആയോഗ്. 2014 പ്ലാനിംഗ് കമ്മീഷൻ അവസാനിപ്പിച്ചിട്ട് 2015 ജാനുവരി 1 പുതിയൊരു സംവിധാനം നിലവിൽ വരുന്നു, നീതി ആയോഗ്. മറക്കരുത് കേട്ടോ. നോക്കൂ അദ്ദേഹത്തിൻ്റെ ബുക്ക് ആബത്ത് കാൽ മെയിൻ ഗുജറാത്ത്. ആബൽ കാൽ മെയിൻ ഗുജറാത്ത്, ആപത്ത് കാലത്തെ ഗുജറാത്ത് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കൃതിയാണ്. ലോങ്ങസ്റ്റ് സെർവിങ് നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ലോങ്ങസ്റ്റ് സെർവിങ് എന്ന് പറഞ്ഞാൽ നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ. കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ആരാണ്? അത് ജവഹർലാൽ നെഹ്റുവാണ്. അത് കഴിഞ്ഞാൽ ലോങ്ങസ്റ്റ് സെർവിങ് ഇദ്ദേഹം തന്നെയാണ്. ഈ അടുത്ത കാലത്താണ് ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്തത്. രണ്ടാമത് ലോങ്ങസ്റ്റ് ഇന്ദിരാഗാന്ധി ആയിരുന്നു, ഇദ്ദേഹം മൂന്നാമതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹം രണ്ടാം സ്ഥാനത്തേക്ക് വന്നു. അപ്പോൾ സെക്കൻഡ് ലോങ്ങസ്റ്റ് സെർവിങ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയാം, അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് സെർവിങ് നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയാം. ഇന്ത്യയിലെ രണ്ടാമത്തെ അല്ലെങ്കിൽ ഏറ്റവും ദീർഘകാലം പ്രൈം മിനിസ്റ്റർ ആയിരുന്ന രണ്ടാമത്തെ വ്യക്തി, ആദ്യത്തെ ജവഹർലാൽ നെഹ്റു, അല്ലെങ്കിൽ ഏറ്റവും ദീർഘകാലം പ്രധാനമന്ത്രിയായിരുന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മറക്കരുത്. ഇൻ 2020 സൂപ്പർസീഡ് വാജ്പേയിസ് റെക്കോർഡ്. വാജ്പേയിയുടെ റെക്കോർഡ് മറികടന്നുകൊണ്ട്, അതെ നോക്കൂ, വാജ്പേയി ആയിരുന്നു ഇടയ്ക്ക്, പിന്നെ അത് കഴിഞ്ഞ് ദീർഘമായ പീരീഡിൽ നിന്നത്. അതിനെ മറികടന്നുകൊണ്ട് ഇദ്ദേഹം രണ്ടാമത്തെ ലോങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാറി. ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. കറൻ്റ്ലി ദി സെക്കൻഡ് ലോങ്ങസ്റ്റ് സെർവിങ് പ്രൈം മിനിസ്റ്റർ. കറൻ്റ്ലി ദി സെക്കൻഡ് ലോങ്ങസ്റ്റ് സെർവിങ് പ്രൈം മിനിസ്റ്റർ ആരാണ്? നരേന്ദ്രമോദിയാണ്. മറക്കൂലല്ലോ. ഇനി നോക്കൂ, അപ്പോൾ പ്രധാനമന്ത്രിമാരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കുറച്ച് അതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് പഠിക്കാം. സ്പെഷ്യൽ കാറ്റഗറീസ് ആൻഡ് ടേബിൾസ് നമുക്ക് നോക്കാം. ആദ്യം പ്രൈം മിനിസ്റ്റർ ഹൂ വെയർ ഏർലിയർ ചീഫ് മിനിസ്റ്റേഴ്സ്. പരീക്ഷയ്ക്ക് ചോദിക്കും. താഴെ പറയുന്നവരിൽ സംസ്ഥാന മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായി മാറിയത് ആരൊക്കെയാണ്? ഒന്ന് പഠിച്ചു വെച്ചോളൂ. ആരൊക്കെയാണ്? മൊറാർജി ദേശായി. അപ്പോൾ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായി. ബോംബെ സ്റ്റേറ്റിലായിരുന്നു, പഴയ ബോംബെ സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്റ്റൊക്കെ വരുന്നതിന് മുമ്പ് 7th അമെൻമെൻറ്റിലൂടെ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് 1956 നവംബർ 1 നിലവിൽ വന്ന കാര്യം അറിയാമല്ലോ. 14 സ്റ്റേറ്റും 6 യൂണിയൻ ടെറിട്ടറി ആയിട്ടൊക്കെ. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന സ്റ്റേറ്റുകൾ എന്താണ്? ബോംബെ സ്റ്റേറ്റ്, മദ്രാസ് സ്റ്റേറ്റ്, ഹൈദരാബാദ് സ്റ്റേറ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ സ്റ്റേറ്റൊക്കെ മാറ്റിയിട്ട് ഇപ്പം പിന്നെ പുതിയ സ്റ്റേറ്റായി. അപ്പോൾ പഴയ ബോംബെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് മൊറാർജി ദേശായി. അദ്ദേഹമാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി. മറക്കരുത്. ഈ ഇയറിനൊന്നും വലിയ പ്രസക്തിയില്ല. നിങ്ങളിതിനോടൊപ്പം ഒന്ന് ചേർത്ത് വായിച്ചു വെച്ചിരുന്നാൽ മതി, ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഈ ഇയറൊന്നും അങ്ങനെ ചോദിക്കില്ല. എങ്കിലും കൊടുത്തപ്പോൾ അതും കൂടെ ടേബിളിൽ കൊടുത്തു വന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് വായിച്ചു വെച്ചോളൂ. ചരൺ സിംഗ്. അടുത്ത ആരാണ്? ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ചരൺ സിംഗ്. അപ്പോൾ അടുത്തയാൾ മൊറാർജി ദേശായി ശരിക്ക് ബോംബെ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ആളാണ്. ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായതിനു ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ആളാണ് ചരൺ സിംഗ്. വി പി സിംഗോ അദ്ദേഹവും ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായ CM ആയിരുന്നു, ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ഉത്തർപ്രദേശിൻ്റെ 2 പേര് കേട്ടോ. അതായത് ചരൺ സിംഗും വി പി സിംഗും ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്നവരാണ്. പിൽക്കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി മാറിയത്. നോക്കൂ, PV നരസിംഹറാവു ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്.
ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന PV നരസിംഹറാവു പിന്നീട് എന്തായി മാറി? ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മാറി. അതുപോലെ കർണാടക മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് എച്ച് ഡി ദേവഗൗഡ കർണാടക മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. പിന്നീട് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. പിന്നെ ഒരാളൂടെ ഉണ്ടല്ലോ, നമ്മുടെ നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ്ട് 10-15 വർഷം അടുപ്പിച്ച് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നയാളാണ് ആര്? നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് വിളിക്കുന്ന ആ വ്യക്തി, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി. അപ്പോൾ ഈ ഇത്രയും പേര് 1, 2, 3, 4, 5, 6 ഈ 6 പേരുടെ പേര് നിങ്ങൾ മറക്കാതിരിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണേ ചിലപ്പം പരീക്ഷ ചോദിക്കുകയുള്ളൂ. താഴെ പറയുന്നവരിൽ സംസ്ഥാന മുഖ്യമന്ത്രിയായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി ആര്? ഈ 6ൽ ഒരെണ്ണേ ചിലപ്പോൾ ഓപ്ഷനിൽ കാണുകയുള്ളൂ. ബാക്കി എത്രയോ പ്രൈം മിനിസ്റ്റർമാരുണ്ട്, അതൊക്കെ ആയിരിക്കും ഓപ്ഷനിൽ തരുന്നത്. അവരാരും സംസ്ഥാന മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രി ആയി മാറിയവരല്ല എന്ന് ഓർത്തുകൊള്ളുക. അപ്പോൾ ഈ 6 പേരുടെ പേര് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഈ 6 പേരും നമ്മൾ ശരിക്കും പറഞ്ഞാൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിയായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മാറിയവരാണ്. ഒന്ന് വായിച്ച് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അടുത്ത നോക്കാം. പ്രൈം മിനിസ്റ്റർ ഹു ലോസ്റ്റ് ഗവൺമെൻറ് ഡ്യൂ ടു കോൺഫിഡൻസ് ഓർ നോൺ കോൺഫിഡൻസ് വോട്ട് ഇൻ ലോക്സഭ. ലോകസഭയിൽ വിശ്വാസം നഷ്ടപ്പെട്ട് രാജിവെക്കേണ്ടി വന്ന 3 പ്രധാനമന്ത്രിമാരുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. ലോകസഭയിൽ വിശ്വാസം നഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് മോഷനോ നോൺ കോൺഫിഡൻസ് മോഷനോ വന്നതിൻ്റെ ഫലമായിട്ട് വിശ്വാസം നഷ്ടപ്പെട്ട് രാജിവെക്കേണ്ടി വന്ന 3 പ്രധാനമന്ത്രിമാരുണ്ട്. അതിൽ ആദ്യത്തെ ആൾ VP സിംഗ്, രണ്ടാമത്തെ ആൾ HD ദേവഗൗഡ, മൂന്നാമത്തെ ആൾ വാജ്പേയി, അടൽ ബിഹാരി വാജ്പേയി. ശ്രദ്ധിക്കുക ആരൊക്കെയാണ്? VP സിംഗ്, HD ദേവഗൗഡ, വാജ്പേയി, 3 പേരാണ്. അപ്പം ഇവിടെയും ഞാൻ പറഞ്ഞ ചോദ്യം ആ പരീക്ഷയ്ക്ക് വരാം. താഴെ പറയുന്നവരിൽ ഏത് പ്രധാനമന്ത്രിയാണ് ലോകസഭയിൽ വിശ്വാസം നഷ്ടപ്പെട്ട് രാജിവെക്കേണ്ടി വന്നത്? ഇതിൽ ഒരാളെ ആൻസറിൽ കാണുകയുള്ളൂ. അതുകൊണ്ട് ഈ ഗ്രൂപ്പ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെ അങ്ങ് ബൈ ഹാർട്ടാക്കി വയ്ക്കുക. നേരത്തെ ടേബിൾ കൊടുത്ത എന്തായിരുന്നു? താഴെ പറയുന്നവരിൽ സംസ്ഥാന മുഖ്യമന്ത്രിയായതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് ആര് എന്ന ചോദ്യം വരാം. ഇവിടെ ലോകസഭയിൽ വിശ്വാസം നഷ്ടപ്പെട്ട് രാജിവെക്കേണ്ടി വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? അതിൽ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് VP സിംഗ്. രാജിവെക്കേണ്ടി വന്ന, ലോകസഭയിൽ വിശ്വാസം നഷ്ടപ്പെട്ട് രാജിവെക്കേണ്ടത് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ എന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ അത് VP സിംഗ് എന്ന് തന്നെ പറയുക. ക്ലിയർ അല്ലേ? അടുത്ത ഇനി നോക്കൂ, ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. ഇത് നിസാരമായി കാണരുത്. കുറേ പ്രൈം മിനിസ്റ്റർമാരുടെ 2 കൊല്ലത്തിന് മുമ്പ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ PSയുടെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ചൊരു ചോദ്യത്തിൽ എന്താ കൊടുത്തിരുന്നതെന്നറിയോ? കുറേ 7-8 പ്രൈം മിനിസ്റ്റർ തന്നിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ അത് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് ഓർഡറിൽ, ആ ഇയറിൻ്റെ ഓർഡർ അനുസരിച്ച് ആദ്യത്തെ ആളാരായിരുന്നു, പിന്നെ അതിനുശേഷം വന്ന ആളായിരുന്നു, മിക്സ് ചെയ്തിങ്ങനെ കൊടുത്തിരുന്നു. നമ്മളതിനെ ആ ക്രോണോളജിക്കൽ ഓർഡറിൽ ഒന്നാക്കി വയ്ക്കണം. അതുകൊണ്ട് ഇതുകൂടെ ഒന്ന് പഠിക്കണം. ഇത് നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ടതില്ല, നിങ്ങൾക്കറിയാം. ഒന്ന് വായിച്ചു വെച്ചോളുക. നോക്കൂ, ജവഹർലാൽ നെഹ്റു, പിന്നീട് ഈ ഇറക്കം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചോളുക. പിന്നെ ഗുൽസാർലാൽ നന്ദ. എന്താ ഇവിടെ നമ്പർ കൊടുക്കാത്തത്? കാരണം അദ്ദേഹം യഥാർത്ഥ പ്രധാനമന്ത്രി ആയിരുന്നില്ല, ആക്ടിങ് പ്രധാനമന്ത്രി ആയിരുന്ന ആളാണ്. അതുകൊണ്ടാണ് നമ്പർ കൊടുക്കാത്തത്. പക്ഷേ ആളിൻ്റെ നമ്പർ, അപ്പോൾ ഇവിടെ നമ്മൾ അവസാനം 14 വന്ന് നിൽക്കും. ഇദ്ദേഹത്തിൻ്റെ നമ്പർ കൂടെ കൊടുത്താൽ 15ാമത്തെ വ്യക്തിയാണ് നരേന്ദ്രമോദി. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിലിപ്പം 14 വന്ന് നിൽക്കും, കാരണം ഇവിടെ നമ്പർ കൊടുക്കാത്തതുകൊണ്ട് അല്ലേ. അപ്പോൾ ജവഹർലാൽ നെഹ്റു, ഗുൽസാർലാൽ നന്ദ, അത് കഴിഞ്ഞ് ലാൽ ബഹദൂർ ശാസ്ത്രി. അതായത് ജവഹർലാൽ നെഹ്റു മരണപ്പെട്ട ശേഷമാണ് ഗുൽസാർലാൽ നന്ദ പെട്ടെന്ന് ആക്ടിംഗ് പ്രസിഡൻ്റായി മാറുന്നത്. അതിനുശേഷം യഥാർത്ഥ പ്രൈം മിനിസ്റ്റർ വരികയാണ്. ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററാണ്, പ്രസിഡൻ്റില്ല. നോക്കൂ, ലാൽ ബഹദൂർ ശാസ്ത്രി 2ാമത്തെ പ്രൈം മിനിസ്റ്ററായിട്ട് വരുന്നു. അദ്ദേഹവും പദവിയിലേക്ക് മരണപ്പെട്ടപ്പോൾ വീണ്ടും ഗുൽസാർലാൽ നന്ദ ഒന്നുകൂടി വരികയാണ് ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായിട്ട്. അപ്പം വൺ ആൻഡ് ഓൺലി ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഗുൽസാർലാൽ നന്ദ. ഇന്ത്യയിൽ ഒരേ ഒരു ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററും ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും തമ്മിൽ മാറിപ്പോകരുത്. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർമാർ ഇനി നമ്മൾ പഠിക്കും, 7 ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർമാരുണ്ടായിരുന്നു. പക്ഷേ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. 2 തവണ അദ്ദേഹം തന്നെയാണ് ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായി മാറിയത്. നോക്കൂ, 3ാമത്തത് ഇന്ദിരാഗാന്ധി, 4ാമത്തെ ആള് മൊറാർജി ദേശായി, 5ാമത്തെ ആള് ചരൺ സിംഗ്. വീണ്ടും ഇന്ദിരാഗാന്ധി ഒന്നുകൂടി വരികയാണ്. പിന്നെ 6ാമത്തെ വ്യക്തി
രാജീവ് ഗാന്ധി വരുന്നു, പിന്നെ 7ാമത്തെ VP സിംഗ് വരുന്നു, 8ാമത്തെ ആൾ ചന്ദ്രശേഖർ വരുന്നു, 9ാമത്തെ PV നരസിംഹറാവു, 10ാമത്തത് അടൽ ബിഹാരി വാജ്പേയി, 11ാമത്തത് HD ദേവഗൗഡ വരുന്നു, 12ാമത്തത് IK ഗുജറാൾ, ഇന്ദർ കുമാർ ഗുജറാൾ. അതാണ് IK ഗുജറാൾ. നമ്മളിതിനെ ഇങ്ങനെയാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. IK ഗുജറാൾ എന്ന് ചോദിക്കുള്ളൂ, എങ്കിലും പറഞ്ഞോളൂ ഇന്ദർ കുമാർ ഗുജറാൾ. അദ്ദേഹം 12ാമതായിട്ട് വരുന്നു. വാജ്പേയി വീണ്ടും വരുന്നു. അതിനുശേഷം പിന്നീട് ഡോക്ടർ മൻമോഹൻ സിംഗ് വരുന്നു. അടുത്തത് നരേന്ദ്രമോദി വരുന്നു. ഇതാണ് ആ ക്രോണോളജിക്കൽ ഓർഡർ. ഞാൻ ഇയറൊന്നും പറയാത്ത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം ഒന്ന് വായിച്ച് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ആരാണ് ആദ്യം ഉള്ളത് നോക്കി എഴുതണം. കുറേ പ്രൈം മിനിസ്റ്റർമാർ 10-15ഓളം അല്ലെങ്കിൽ 10-14ഓളം പ്രൈം മിനിസ്റ്റർമാരുടെ പേരങ്ങ് പഠിച്ചു വെച്ചാൽ പോരാ, നിങ്ങളത് ഓർഡറായി തന്നെ പഠിച്ചു വെച്ചില്ലെങ്കിൽ അപകടമാണ്. പരീക്ഷയ്ക്ക് അങ്ങനെയാണ് ചോദിക്കുന്നത്. അറേഞ്ച് ഇൻ ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കുറച്ച് പേരുകൾ തരുന്നത്. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കണേ, ചാർട്ട് ഒന്ന് നോക്കിയാൽ മതി. ഇനി 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങളൂടെ പറയാം. ദി ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ദാ വരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ. എന്താണ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ? ഉപപ്രധാനമന്ത്രി. ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ അല്ല. ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് എപ്പോഴാണോ പ്രൈം മിനിസ്റ്ററുടെ സ്ഥാനത്തേക്ക് പെട്ടെന്ന് അവിചാരിതമായി ഒരു ഒഴിവ് വരുമ്പോൾ ആ സ്ഥാനത്തേക്ക് നിയമിക്കപ്പെടുന്ന, താൽക്കാലികമായി നിയമിക്കപ്പെടുന്ന ആളാണ് ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ. എന്നാൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അങ്ങനെയല്ല. പ്രൈം മിനിസ്റ്റർ നിലവിലുണ്ട്, അതിൻ്റെ കീഴിൽ പ്രൈം മിനിസ്റ്ററെ സഹായിക്കാനായിട്ട് ഒരു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ. പക്ഷേ ഓർത്തോളുക, ഇങ്ങനെ ഒരു പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണലി കമ്പൽസറി അല്ല. അതാദ്യം മനസ്സിലാക്കണം. എ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്. അതുകൊണ്ട് ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ ചോദിച്ചാൽ ആർട്ടിക്കിളൊന്നും ഇല്ല, ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ല. ഭരണഘടനയിൽ ഇങ്ങനൊരു പോസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. പൊസിഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതായത് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു പദവിയാണ് ഏത്? ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ. സംസ്ഥാനത്തേക്ക് വന്നാൽ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററും അത് തന്നെയാണ്. ഉപമുഖ്യമന്ത്രി എന്ന് പറയുന്നതും അത് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് അല്ല. അപ്പോൾ ഉപപ്രധാനമന്ത്രി, ഉപമുഖ്യമന്ത്രി എന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് അല്ല എന്നാദ്യം മനസ്സിലാക്കുക. ക്രിയേറ്റഡ് അറ്റ് ദി ഡിസ്ക്രീഷൻ ഓഫ് ഗവൺമെൻറ് ഓഫ് ദി ഡേ. ആ ഗവൺമെൻറ് ആ കാലഘട്ടത്തിലുള്ള അതാത് കാലഘട്ടത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഡിസ്ക്രിഷനാണ്. ഡിസ്ക്രിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവേചനമാണ്. ഇപ്പം നോക്കൂ, ഞാൻ പറയട്ടെ, ഇപ്പം നമ്മുടെ നരേന്ദ്രമോദിയുടെ കീഴിലാണല്ലോ BJP സർക്കാർ ഭരിക്കുന്നത്. അപ്പം നരേന്ദ്രമോദിയും BJP സർക്കാരും കൂടി ഇപ്പം തീരുമാനിക്കുകയാണ്, ഇനി നമുക്കൊരു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ കൂടെ നിയമിക്കാം. ഒരു തടസ്സവുമില്ല. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ, ഒരാൾ അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയാൽ അദ്ദേഹം ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്ന ആ ഒരു ചുമതല വഹിക്കും. അത് ഭരണഘടനാപരമായൊരു പോസ്റ്റല്ല. ഭരണഘടനയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് നിയമിക്കണമെന്നോ നിയമിക്കരുതെന്നോ പറഞ്ഞിട്ടില്ല. അത് ഡിസ്ക്രിഷൻ ഓഫ് ഗവൺമെൻറ്, അതാത് ഗവൺമെൻറ്റുകളുടെ എന്താണ് ഒരു വിവേചനാധികാരമാണ്. ഇപ്പം ജവഹർലാൽ നെഹ്റുവിൻ്റെ കീഴിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ഇന്ദിരാഗാന്ധിയുടെ കീഴിൽ മൊറാർജി ദേശായി ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നല്ലോ. വാജ്പേയിയുടെ കീഴിൽ LK അദ്വാനി ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ ഒരുപാട് അവസരങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ മുഹമ്മദ് കോയയൊക്കെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ടൊക്കെ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പോസ്റ്റിൻ്റെ അത്യാവശ്യമില്ല എന്നാണ് ഭരണഘടന പറയുന്നത്. അങ്ങനെ ഭരണഘടനയിൽ അങ്ങനെ പരാമർശിച്ചിട്ടില്ല ഇങ്ങനൊരു പോസ്റ്റ് വേണമെന്നുള്ളത്. അത് ഓർത്തോട്ടെ. അപ്പം ഭരണഘടനയിൽ പ്രതിപാദിക്കാത്ത കേന്ദ്രമന്ത്രിസഭയിലെ ഒരു പദവി ഏത്? വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു കൊനഷ്ട് ചോദ്യങ്ങളൊക്കെ വരാം. ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ലാത്ത കേന്ദ്രമന്ത്രിസഭയിലെ ഒരു പദവി ഏത് എന്ന് വെച്ചാൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ നിങ്ങൾ പറഞ്ഞോളൂ. അത് നിർബന്ധമല്ല, പക്ഷേ ഡിസ്ക്രിഷൻ ഓഫ് ഗവൺമെൻറ്റിൻ്റെ വിവേചനം കൊണ്ട് അത് നിയമിക്കാവുന്നേ ഉള്ളൂ. ഇന്ത്യയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആര്? പരീക്ഷയ്ക്ക് ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ സർദാർ വല്ലഭായ് പട്ടേൽ. 47 തന്നെ, 47 മുതൽ 50 വരെ ഇന്ത്യ സ്വതന്ത്രമായ ആ വർഷം തന്നെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയപ്പോൾ അതിന് കീഴിൽ ആരായി മാറി?
ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായി മാറി സർദാർ വല്ലഭായ് പട്ടേൽ. അന്ന് തന്നെ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലിനെ പ്രൈം മിനിസ്റ്ററാക്കി മാറ്റണം എന്ന അഭിപ്രായമുള്ളവർ ഒരുപാട് പേരുണ്ടായിരുന്നു. പോട്ടെ, അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഏതാണ്ടൊരു തുല്യ ശക്തികൾ പോലെ നിൽക്കുന്ന രണ്ടുപേർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു പദവിയിലൂടെ നിയമിക്കാറുണ്ട്. മനസ്സിലാകുന്നല്ലോ. അപ്പോൾ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയിലെ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ സർദാർ വല്ലഭായ് പട്ടേൽ, അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബിസ്മാർക്ക്, ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആളുണ്ടല്ലോ, ചെയർമാൻ ഓഫ് കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ. എങ്കിൽ അവസാനത്തതോ ലാസ്റ്റ് ഹോൾഡറോ LK അദ്വാനി. ഞാൻ പറഞ്ഞു AB വാജ്പേയിയുടെ കീഴിൽ LK അദ്വാനി ആണ് 2002 മുതൽ 2004 വരെ. 2004 ശേഷം ഇന്ത്യയിൽ ഒരു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററേ ഉണ്ടായിട്ടില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ അവസാനത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ LK അദ്വാനി, ലാൽ കൃഷ്ണ അദ്വാനി ആണ്. ക്ലിയർ അല്ലേ? ദി പോസ്റ്റ് ഹാസ് റിമൈൻഡ് വാക്കൻറ്റ് സിൻസ് May 23, 2004. LK അദ്വാനി വിരമിച്ച ശേഷം 2004 മെയ് 21 ശേഷം ആ പോസ്റ്റ് ഒഴിഞ്ഞു തന്നെ കിടക്കുകയാണ്. പിന്നീട് വന്നവരാരും ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ നിയമിച്ചിട്ടില്ല. ക്ലിയർ അല്ലേ? ഓർത്തോളൂ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്കൊന്ന് പരിശോധിക്കാം ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഹൗ മെനി ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റേഴ്സ് വെയർ ദെയർ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എത്ര ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു? 7 പേരുണ്ടായിരുന്നു. 7 പേരായിരുന്നു ഇന്ത്യ. അതൊന്ന് ഓർഡറായിട്ടൊന്ന് പഠിച്ചോളൂ. നോക്കൂ, സർദാർ വല്ലഭായ് പട്ടേൽ, മൊറാർജി ദേശായി, ചരൺ സിംഗ്, ജഗജ്ജീവൻ റാം, YB ചവാൻ, ദേവിലാൽ ആൻഡ് LK അദ്വാനി. അതും ക്വസ്റ്റ്യൻ വരും, എനി വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വ്യക്തി ആര്? ചോദിച്ചുകൂടെ? ഇവിടെ എല്ലാ എല്ലാ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്ററായിട്ട് മാറിയിട്ടൊന്നുമില്ല. മനസ്സിലാകുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് കളയരുത്. ഇതിലെ ചിലർ പ്രൈം മിനിസ്റ്ററായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. എങ്കിലും ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള 7 പേരേ ഉള്ളൂ. ആ പേര് കൂടി മനസ്സിൽ വെച്ചോളുക. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആരൊക്കെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ, മൊറാർജി ദേശായി, ചരൺ സിംഗ്, ജഗജ്ജീവൻ റാം, YB ചവാൻ, ദേവിലാൽ ആൻഡ് LK അദ്വാനി. ഇവിടെ ഞാൻ ഒരു ചെറിയ കാര്യം ഇവിടെ പറയാമേ. അതായത് there were 2 ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റേഴ്സ് അണ്ടർ 1 പ്രൈം മിനിസ്റ്റർ. ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ 2 ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർമാരുണ്ടായിരുന്നു. ആ പ്രധാനമന്ത്രി ആര്? ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആര്? പറയാമോ? 2 ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റേഴ്സ് വേർ അണ്ടർ 1 പ്രൈം മിനിസ്റ്റർ. ഹു വാസ് സച്ച് പ്രൈം മിനിസ്റ്റർ? ആ പ്രൈം മിനിസ്റ്റർ ആരാണ്? ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ 2 ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർമാരുണ്ടായിരുന്നു. ആ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. മൊറാർജി ദേശായിയുടെ കീഴിൽ 2 ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ചരൺ സിംഗും ജഗജ്ജീവൻ റാമും. ഒന്ന് ഓർത്ത് വെച്ചോളുക. അപ്പോൾ 2 ഉപപ്രധാനമന്ത്രിമാരുണ്ടായിരുന്ന മന്ത്രിസഭയേത്? മൊറാർജി ദേശായിയുടെ മന്ത്രിസഭ. 1977 ജനതാ പാർട്ടി വന്നല്ലോ. ആ മന്ത്രിസഭയിൽ 2 ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർമാരുണ്ടായിരുന്നു, ചരൺ സിംഗും ജഗജ്ജീവൻ റാമും. ക്ലിയർ അല്ലേ? എങ്കിൽ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കാം സമാനമായിട്ടുള്ളത്. 2 പ്രധാനമന്ത്രിമാരുടെ കീഴിൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായി പ്രവർത്തിക്കേണ്ടി വന്ന ഒരു വ്യക്തി ആരാണ്? ദി പേഴ്സൺ ഹൂ സെർവ്ഡ് ആസ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അണ്ടർ 2 പ്രൈം മിനിസ്റ്റേഴ്സ്. ഇന്ത്യയിൽ 2 പ്രധാനമന്ത്രിമാരുടെ കീഴിൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായിട്ട് പ്രവർത്തിച്ചുള്ള വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ദേവിലാലാണ്. ഏതൊക്കെ പ്രധാനമന്ത്രിയാണ്? VP സിംഗിൻ്റെ കീഴിലും ചന്ദ്രശേഖറുടെ കീഴിലും ഈ 2 പേര് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ, VP സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും ചന്ദ്രശേഖർ പ്രധാനമന്ത്രി ആയപ്പോഴും ആ 2 പ്രധാനമന്ത്രിമാരുടെ കീഴിൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായി പ്രവർത്തിച്ചത് ഒരാൾ തന്നെയാണ്, ദേവിലാലാണ്. അപ്പോൾ ഇത് രസകരമായ ചോദ്യമാണ്. ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ 2 ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർമാരുണ്ടായിരുന്നത് ചരൺ സിംഗും ജഗജ്ജീവൻ റാമുമാണ്. ഏത് പ്രധാനമന്ത്രിയുടെ കീഴിൽ? മൊറാർജി ദേശായിയുടെ. ഇനി ഞാൻ തിരിച്ചു പറയാണ്, ഒരു വ്യക്തി
2 പ്രധാനമന്ത്രിമാരുടെ കീഴിൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതാരാണ്? ദേവിലാലാണ്. ഏതൊക്കെ പ്രധാനമന്ത്രിമാരുടെ കീഴിൽ? VP സിംഗിൻ്റെയും ചന്ദ്രശേഖറിൻ്റെയും കീഴിൽ. ക്ലിയർ അല്ലേ? ആ 2 ചോദ്യങ്ങളും കൂടെ ഇതിനോടൊപ്പം ഒന്ന് പഠിച്ചു വെച്ചോളുക. ഇനി നമുക്ക് നോക്കാം കീ ഫസ്റ്റ് ആൻഡ് റെക്കോർഡ്സ്. ആദ്യത്തത് നമുക്ക് നോക്കാം, ഇന്ത്യൻ റെക്കോർഡുകളാണ് ആദ്യത്തെ. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. പെട്ടെന്ന് പഠിച്ചു പോകാം നമുക്ക്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ എല്ലാവർക്കും അറിയാം, ജവഹർലാൽ നെഹ്റു. ലോങ്ങസ്റ്റ് സെർവിങ് പ്രൈം മിനിസ്റ്റർ എല്ലാവർക്കും അറിയാം, ജവഹർലാൽ നെഹ്റു തന്നെയാണ്. കറൻ്റ്ലി സെക്കൻഡ് ലോങ്ങസ്റ്റ് സെർവിങ് നരേന്ദ്രമോദിയാണ്. ഇപ്പോൾ മനസ്സിലാകുന്നല്ലോ, ഇപ്പം നരേന്ദ്രമോദിയാണ്. ലോങ്ങസ്റ്റ് സെർവിങ് നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്ററും അതും നരേന്ദ്രമോദിയാണ്. യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ, പ്രായം കുറഞ്ഞ ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ഇതെല്ലാം ചോദ്യങ്ങളാണ്, ഒന്ന് പഠിച്ചു വെച്ചോളുക. 2-3 പ്രാവശ്യം വായിച്ചാൽ മതി. ഓൾഡസ്റ്റ് പ്രൈം മിനിസ്റ്റർ, ഏറ്റവും പ്രായം കൂടിയ. യങ്ങസ്റ്റ് രാജീവ് ഗാന്ധിയാണ്. ഓൾഡസ്റ്റ് മൊറാർജി ദേശായിയാണ്. ഓൾഡസ്റ്റ് പ്രൈം മിനിസ്റ്റർ, ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരാണ്? നമ്മുടെ രാജീവ് ഗാന്ധിയാണ്. ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി. നിങ്ങൾക്കറിയാം ഇന്ത്യയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ പ്രൈം മിനിസ്റ്റർ. ലോകത്തിലെന്ന് പറയുമ്പോൾ വേറെ ആളാണ്, സിരിമാമ്പോ ഭണ്ഡാരനായികെ. എവിടെ? ശ്രീലങ്കയുടെ. ഇന്ത്യയിൽ ആദ്യത്തെ ഇന്ദിരാഗാന്ധിയാണ്. ഫസ്റ്റ് നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ മൊറാർജി ദേശായി 1977 ജനതാ ഗവൺമെൻറ്റിനെ നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയായി വരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ മൊറാർജി ദേശായിയാണ്. നോക്കൂ, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഫ്രം സൗത്ത് ഇന്ത്യ നമ്മൾ നേരത്തെ പഠിച്ചാണ് PV നരസിംഹറാവു. നേരത്തെ പഠിച്ച എല്ലാം കൂടെ ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് വയ്ക്കുകയാണ് പഠിക്കാൻ എളുപ്പത്തിന്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കി പോകാം ഈ നോട്ട്സ് കേട്ടോ. അടുത്ത് നോക്കൂ, ഫസ്റ്റ് സിഖ് പ്രൈം മിനിസ്റ്റർ. സിഖുകാരനായ ആദ്യ പ്രൈം മിനിസ്റ്റർ ആരാണ്? മൻമോഹൻ സിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് സിഖുകാരനായ ആദ്യ പ്രൈം മിനിസ്റ്റർ. ഫസ്റ്റ് പഞ്ചാബി പ്രൈം മിനിസ്റ്റർ IK ഗുജറാൾ, ഇന്ദർ കുമാർ ഗുജറാൾ നമ്മൾ പറഞ്ഞാണ് അല്ലേ, IK ഗുജറാൾ. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ബോൺ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നരേന്ദ്രമോദിയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, നമ്മുടെ കറണ്ട് പ്രൈം മിനിസ്റ്ററാണ്. നോക്കൂ, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ടു ഡൈ ഇൻ ഓഫീസ്, പദവിയിലിരിക്കെ മരണപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രി 1964 നിങ്ങൾക്കറിയാം, ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ആക്ടിംഗ് പ്രസിഡന്റ് വരുന്നത്, ഗുൽസാർലാൽ നന്ദ. അപ്പോൾ ഓർമ്മിച്ചോളുക. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ടു ഡൈ എബ്രോഡ്, വിദേശത്ത് മരണപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. അത് 1966 താഷ്കൻഡ് കരാർ ഒപ്പുവെച്ചതിൻ്റെ പിറ്റേ ദിവസം 66 ജാനുവരി 10 താഷ്കൻഡ് കരാർ ഒപ്പുവെക്കുന്നു. ജാനുവരി 11 പിറ്റേ ദിവസം താഷ്കൻഡിൽ വെച്ച് തന്നെ മരണപ്പെടുന്നു. അപ്പോഴും ഇന്ത്യയുടെ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നത് ആര് തന്നെയാണ്? ഗുൽസാർലാൽ നന്ദ തന്നെയാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഫസ്റ്റൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. അടുത്ത നമുക്ക് നോക്കാം, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ടു ബി അസാസിനേറ്റഡ്, കൊല ചെയ്യപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി 1984 ഒക്ടോബർ 31 നമുക്ക് മറക്കാൻ പറ്റില്ല അല്ലേ. സുവർണക്ഷേത്രത്തിലെ പഞ്ചാബിലെ അമൃത്സർ, പഞ്ചാബിലെ സുവർണക്ഷേത്രത്തിൽ ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ ഭീകര പ്രവർത്തകർ സംഘടിച്ചപ്പോൾ അതിനെതിരെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പ്രഖ്യാപിച്ച ആളാണ് ഇന്ദിരാഗാന്ധി. അതിന് ഈ സിഖുകാർക്ക് അവരോട് വല്ലാത്ത അരിശമുണ്ടായിരുന്നു. അത് അവരുടെ കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചു. അവരുടെ ഏറ്റവും അടുത്ത അംഗരക്ഷകരായ 2 സിഖുകാർ അല്ലേ, അത് നമ്മൾ അറിയാവുന്ന കാര്യമാണ്. അത് അങ്ങനെ ആ ഒക്ടോബർ 31 അവർ കൊല ചെയ്യപ്പെടുന്നു. 1984 ആ ദിവസത്തെ നമ്മൾ എന്താ വിളിച്ചത്? ഇന്ദിരാഗാന്ധി മരിച്ച ആ ദിവസം ഒക്ടോബർ 31 നമ്മൾ ഒരു നാഷണൽ ഡേ പറഞ്ഞല്ലോ, നാഷണൽ റീഡെഡിക്കേഷൻ ഡേ, ദേശീയ പുനരർപ്പണ ദിനം. അതുകൂടി ഒന്ന് ഓർമ്മിച്ച് വെച്ചോളുക. അപ്പോൾ ആദ്യമായിട്ട് കൊല ചെയ്യപ്പെട്ട പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ടു റിസൈൻ, രാജിവെച്ച ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ. രാജിവെച്ച ആദ്യത്തെ പ്രൈം മിനിസ്റ്ററും ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ഇദ്ദേഹം തന്നെയാണ്, മൊറാർജി ദേശായി. രാജിവെച്ച ആദ്യ പ്രൈം മിനിസ്റ്റർ. നോക്കൂ, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ടു ലോസ് നോൺ കോൺഫിഡൻസ് മോഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, അവിശ്വാസ പ്രമേയത്തിലൂടെ ആദ്യമായിട്ട് രാജിവെക്കേണ്ടി വന്ന പ്രധാനമന്ത്രി VP സിംഗ് ആണ്. VP സിംഗ്, HD ദേവഗൗഡ ആൻഡ്
AB വാജ്പേയി. 3 പേരാണല്ലോ പാർലമെന്റിൽ വിശ്വാസം നഷ്ടപ്പെട്ട് രാജിവെക്കേണ്ടി വന്ന പ്രധാനമന്ത്രിമാർ നമ്മൾ പറഞ്ഞത്. അതിലാദ്യത്തെ ആളിൻ്റെ പേരാ ചോദിച്ചത് AB വാജ്പേയി. ഒൺലി ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ. ഞാൻ പറഞ്ഞു ട്വൈസ്, 2 തവണ ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററായി വന്നത് ഒരാൾ തന്നെയാണ്, ഗുൽസാരിലാൽ നന്ദയാണ്. ഗുൽസാരിലാൽ നന്ദ. ഒൺലി പ്രൈം മിനിസ്റ്റർ, നെവർ എ മെമ്പർ ഓഫ് ലോക്സഭ. നമ്മൾ നേരത്തെ പറഞ്ഞു ലോക്സഭാ അംഗം, ഒരിക്കൽ പോലും ലോക്സഭാ അംഗമാകാത്ത ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ട്, അത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. 2 UPA സർക്കാരിൻ്റെ കാലത്തും അദ്ദേഹം പ്രധാനമന്ത്രിയായത് രാജ്യസഭയിലൂടെ വന്നാണ്. ഒരിക്കലും ലോകസഭയിൽ മത്സരിച്ച് ജയിച്ച് പ്രധാനമന്ത്രിയായ വ്യക്തിയല്ല അദ്ദേഹം. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചോളുക. ദി പ്രൈം മിനിസ്റ്റർ നെവർ എ മെമ്പർ ഓഫ് ലോക്സഭ. ലോകസഭയിലെ അംഗമേ അല്ലാതെ പ്രധാനമന്ത്രിയായ ഒരേ ഒരാളേ ഉള്ളൂ, ഡോക്ടർ മൻമോഹൻ സിംഗ്. നോക്കൂ, ഒൺലി പ്രൈം മിനിസ്റ്റർ നെവർ ടു ഫേസ് പാർലമെൻറ്റ്. പാർലമെൻറ്റിനെ അഭിമുഖീകരിക്കാത്ത ഒരു പ്രധാനമന്ത്രിയെ നമുക്കുള്ളൂ. അതാരാണ്? ചരൺ സിംഗ് ആണ്. ചൗധരി ചരൺ സിംഗ്. എന്താണ് കാരണം? നമുക്കറിയാലോ, പാർലമെൻറ്റിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തുടരാൻ കഴിയില്ല. ഇദ്ദേഹത്തെ പ്രസിഡൻ്റ് ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ചാണ് പ്രധാനമന്ത്രിയാകാൻ പറഞ്ഞു. പക്ഷേ ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റിയില്ല. പാർലമെൻറ്റ് വിളിച്ചു കൂട്ടുന്ന പീരീഡൊന്നും ആയിട്ടില്ല. അതിനു മുമ്പ് അദ്ദേഹം രാജിവെക്കേണ്ടതായിട്ട് വന്നു. അപ്പം പാർലമെൻറ്റിനെ അഭിമുഖീകരിക്കാത്ത ഏക പ്രധാനമന്ത്രി ആരാണ്? ചരൺ സിംഗ്, ചൗധരി ചരൺ സിംഗ് ആണ്. ഇനി നമുക്ക് ചില വേൾഡ് റെക്കോർഡ്സിലേക്ക് പോകാം. ഇന്ത്യൻ റെക്കോർഡ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞ പ്രൈം മിനിസ്റ്ററുമായി ബന്ധപ്പെട്ടത്. ഇനി വേൾഡ് റെക്കോർഡ്സ്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഇൻ ദി വേൾഡ്. ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? നോക്ക്, ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? സർ റോബർട്ട് വാൾപോൾ. ബ്രിട്ടനിലെ സർ റോബർട്ട് വാൾപോൾ ആണ് ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി. ഇനി ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ഇൻ ദി വേൾഡ്. ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി സിരിമാവോ ഭണ്ഡാരനായികെ, ശ്രീലങ്കയിലെ സിരിമാവോ ഭണ്ഡാരനായികയാണ് ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി സർ റോബർട്ട് വാൾപോൾ, ബ്രിട്ടനിലാണ്. ഇനി ആദ്യത്തെ ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ആരാണ്? സിരിമാവോ ഭണ്ഡാരനായികെ, ശ്രീലങ്കയാണ്. ലോകത്തിലെ 2ാമത്തെ ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയിലെ ആദ്യത്തെ ഫീമെയിൽ പ്രൈം മിനിസ്റ്ററായ ഇന്ദിരാഗാന്ധിയാണ്. ലോകത്തിലെ തന്നെ 2ാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി വാൾപോൾ, റോബർട്ട് വാൾപോൾ. ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി സിരിമാവോ ഭണ്ഡാരനായികെ, ശ്രീലങ്കയിൽ നിന്ന്. സെക്കൻഡ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ഇൻ ദി വേൾഡ് ആൻഡ് ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ഇൻ ഇന്ത്യ ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് 3-4 ക്ലാസ്സുകളിലായിട്ട് പ്രൈം മിനിസ്റ്റർ വളരെ വ്യക്തമായി നമ്മൾ ഡിസ്കസ് ചെയ്തു, വളരെ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് 2 സെഷൻ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൽ ആദ്യത്തെ സെഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കാം. അതായത് നമ്മുടെ MCQ. ഇതുവരെ നമ്മൾ പഠിച്ച ഈ ഏരിയയിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന കുറേ മോഡൽ ക്വസ്റ്റ്യൻസ്. അതിനുശേഷം ഈ അടുത്ത കാലത്ത് PSC ചോദിച്ച പ്യുവർ PSC ക്വസ്റ്റ്യൻ, PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഒരു ചെറിയ ക്ലാസ്സിൽ അതും കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏരിയയിൽ നിന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകില്ല. അപ്പോൾ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.